ഇന്നലെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ തുടർച്ചയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇത് ഫൈനൽ അക്കൗണ്ടിന്റെ ഭാഗമാണ്. അതുപോലെ ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ ഉണ്ടായ ലാഭം പങ്കാളികൾക്കിടയിൽ എങ്ങനെ വീതിക്കുന്നു എന്ന് കാണിക്കാനാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ടായ നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റും അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങുമാണ്. അതേസമയം ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ടായ നെറ്റ് ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, റിസർവ് മുതലായവയാണ്. ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് വരുമാനമാണ്, എന്നാൽ ഡെബിറ്റ് ചെയ്തത് ചെലവുകളാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് വരുമാനമാണ്. ഈ അക്കൗണ്ടിൽ വരുമാനം ക്രെഡിറ്റ് ചെയ്തു, അതേസമയം ചെലവുകൾ ഡെബിറ്റ് ചെയ്തു. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൻ്റെ ഫോർമാറ്റ്: നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, നെറ്റ് ലോസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് വരുമാനമാണ്, വരുമാനം നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേമിന് ഇത് ചെലവാണ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. പാർട്ട്നേഴ്സ് സാലറി ഇതും ചെലവാണ്, ഡെബിറ്റ് ചെയ്തു. പാർട്ട്നേഴ്സ് കമ്മീഷൻ ഡെബിറ്റ് ചെയ്തു. അതിനുശേഷം കൂടുതൽ ലാഭമുണ്ടെങ്കിൽ ലാഭത്തിൻ്റെ ഒരു ഭാഗം മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത അത്യാഹിതങ്ങൾ നികത്തുന്നതിന് വേണ്ടി റിസർവിലേക്ക് മാറ്റിവെക്കാം. ഇനി ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്താൽ കിട്ടുന്ന തുക പങ്കാളികൾക്കിടയിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അടിസ്ഥാനത്തിൽ വീതിച്ച് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ അത് ലാഭമാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേസമയം നഷ്ടമാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ടായ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. When profit and loss account balance is transferred to profit and loss appropriation account. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നുവെങ്കിൽ എന്താണ് ജേണൽ എൻട്രി? നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതിനുള്ള ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതേസമയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് അഥവാ നെറ്റ് ലോസ് കാണിക്കുന്നുവെങ്കിൽ നെറ്റ് ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് രേഖപ്പെടുത്തും. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിക്കുമ്പോൾ ആ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി. അടുത്ത ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേമിന് ചെലവാണ്.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് രണ്ട് ജേണൽ എൻട്രികളാണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത് ഒരു ചെലവാണ്. പങ്കാളിത്ത സ്ഥാപനത്തെ സംബന്ധിച്ച് ഇത് ഒരു ചെലവാണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി രണ്ട് ജേണൽ എൻട്രികൾ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി രണ്ട് ജേണൽ എൻട്രികൾ വരുന്നുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഒന്ന്, കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പങ്കാളികളുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്ന ഒരു ഇനമാണ്. രണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെലവാണ്. അതുകൊണ്ട് ഈ ചെലവിൻ്റെ അക്കൗണ്ട് വർഷാവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് രണ്ട് ജേണൽ എൻട്രികൾ വരുന്നുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുമ്പോൾ. രണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് വർഷാവസാനം ക്ലോസ് ചെയ്യുമ്പോൾ. ആദ്യത്തെ ജേണൽ എൻട്രിയാണ് നമ്മൾ നോക്കുന്നത്. വെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ടു പാർട്ട്നേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പങ്കാളികൾക്ക് അനുവദിക്കുമ്പോൾ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുമ്പോൾ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് രണ്ട് മെത്തേഡുകളുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, അതോടൊപ്പം തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ഒന്ന് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെലവാണ്. ചെലവ് കൂടുമ്പോൾ ചെലവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പങ്കാളികളുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മളെ സംബന്ധിച്ച് ബാധ്യതയാണ്. ബാധ്യത വർദ്ധിക്കുമ്പോൾ ബാധ്യതയെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ട്. രണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് എഴുതുക. സ്വാഭാവികമായും ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് സ്ഥലത്ത് എഴുതണം. ഒന്ന്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതോടൊപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ മൊത്തം തുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ പാർട്ട്നേഴ്സിനെയും പ്രത്യേകം ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ട് സ്ഥലത്ത് എഴുതണം. ഒന്ന്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അത് ഒന്നുകിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. രണ്ട്, മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. മൂന്നാമത്തേത്, പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷനുമായും രണ്ട് ജേണൽ എൻട്രികൾ വരുന്നുണ്ട്. ഒന്ന്, പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കാരണം പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ അനുവദിക്കുന്ന സമയത്ത് പങ്കാളിയുടെ ക്യാപിറ്റൽ കൂടും. അപ്പൊ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്ന ഇനമാണ് പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ പങ്കാളിത്ത സ്ഥാപനത്തെ സംബന്ധിച്ച് പാർട്ട്നേഴ്സ് സാലറി എന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് ചെലവാണെങ്കിൽ ചെലവിനെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാധ്യത കൂടുന്നു. ക്യാപിറ്റൽ ബാധ്യത കൂടുമ്പോൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തത്, പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ ഒരു ചെലവ് അക്കൗണ്ടാണ്. അതുകൊണ്ട് വർഷാവസാനം ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ആദ്യത്തെ ജേണൽ എൻട്രി, വെൻ സാലറി ഓർ കമ്മീഷൻ ഈസ് അലൗഡ് ടു പാർട്ട്നർ. പങ്കാളികൾക്ക് സാലറി ഓർ കമ്മീഷൻ അനുവദിക്കുമ്പോൾ
ആ സമയം ഫേമിനെ സംബന്ധിച്ച് ചെലവ് കൂടുന്നു, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ എന്ന ബാധ്യത കൂടുന്നു. ചെലവ് കൂടുമ്പോൾ ചെലവിനെ ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ ചെലവാണ്. ചെലവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഏത് പാർട്ട്ണർക്കാണോ സാലറി ഓർ കമ്മീഷൻ നൽകുന്നത് ആ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തത്, പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിലേക്കാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ രണ്ട് സ്ഥലത്ത് എഴുതണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. രണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. നാലാമത്തത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഇത് ഫേമിനെ സംബന്ധിച്ച് വരുമാനമാണ്. ഈ വരുമാനം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കുറയ്ക്കുന്ന ഒരു ഇനമാണ്. ഈ ഇനവുമായി രണ്ട് ജേണൽ എൻട്രികൾ നമ്മൾ രേഖപ്പെടുത്തണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചുമത്തുമ്പോൾ, രണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ. ഏത് പാർട്ട്ണറിൽ നിന്നാണോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചുമത്തുന്നത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റലിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കുറച്ചെഴുതണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഈസ് ചാർജ്ഡ് ഫ്രം പാർട്ട്ണർ. വെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഈസ് ചാർജ്ഡ് ഫ്രം പാർട്ട്ണർ, പങ്കാളികളിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചുമത്തുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്ന വരുമാനം കൂടുന്നു, ക്യാപിറ്റൽ ബാധ്യത കുറയുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അനുവദിക്കുമ്പോൾ ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്ന വരുമാനം കൂടുന്നു, അതേസമയം ഫേമിന് ക്യാപിറ്റൽ ബാധ്യത കുറയുന്നു. ബാധ്യതയിലുള്ള കുറവിനെ ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വരുമാനത്തിലുള്ള വർധനവിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട്. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചാർജ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് പിന്തുടരുന്നതെങ്കിൽ ഓരോ പങ്കാളിയിൽ നിന്നും ചുമത്തിയ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അതത് പങ്കാളിയുടെ കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന് കീഴിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പിന്തുടരുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അതാത് പങ്കാളിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങും രണ്ട് സ്ഥലത്ത് എഴുതണം. ഒന്ന്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും രേഖപ്പെടുത്തിയതിനു ശേഷം ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്താൽ കിട്ടുന്ന തുക എല്ലാ പങ്കാളികൾക്കും ഇടയിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ച് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ഒന്നുകിൽ ഡെബിറ്റ് ആകാം, ക്രെഡിറ്റ് ആവാം. ക്രെഡിറ്റ് ബാലൻസ് ലാഭത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ ഡെബിറ്റ് ബാലൻസ് നമ്മൾ കാണുന്നത് എവിടെയായിരിക്കും? ഡെബിറ്റ് സൈഡിലായിരിക്കും. പങ്കാളിയുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്ന ഇനമാണ് ലാഭം. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ട്.
അതേസമയം നഷ്ടമാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കുറയ്ക്കുന്ന ഒരു ഇനമാണ് ലോസ്. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നുവെങ്കിൽ ആ ലോസ് പങ്കാളിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇങ്ങനെ 5 ജേണൽ എൻട്രികൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായി നമുക്ക് ആവശ്യമാണ്. ഓക്കെ.